വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. പീഠാനുഭവവും ഉത്ഥാനവും. 1-ാം പ്രവചനം. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എന്റെ മുൻപിൽ നിന്നു പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? മനുഷ്യർ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എന്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും. അവൻ അവരോട് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നതുവരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സഹനത്തെ സാധനയായി കാണുന്ന യേശു. യേശു ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവാണ് എന്ന പത്രോസിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് യേശു ശിഷ്യന്മാരോടും അവിടെ കൂടിയിരുന്ന ജനങ്ങളോടുമായിട്ട് സംസാരിക്കുകയാണ്. ഈ ക്രിസ്തു സുഖിക്കുന്നതിനു വേണ്ടി ലോകത്തിലേക്ക് വന്നവനല്ല, സഹിക്കുന്നതിനു വേണ്ടി കടന്നു വന്നവനാണ്. ഈ ക്രിസ്തു തല്ലുകൊള്ളാൻ വേണ്ടി, നിങ്ങളിൽ നിന്ന് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി, അവസാനം നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി, ആ മരണത്തിന്റെ ശേഷം മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തുകൊണ്ട് രക്ഷയുടെ അച്ചാരമായി തീരുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നവനാണ് ഈ ക്രിസ്തു എന്ന് അവിടെ ഉള്ള ജനങ്ങളോടായിട്ട് യേശു പങ്കുവയ്ക്കുന്നു. പക്ഷേ യേശുവിന്റെ ഈ ദർശനങ്ങള്, ദൈവികമായ ഈ സത്യങ്ങള് വെറും മാനുഷികമായ രീതിയിൽ മാത്രം ചിന്തിക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്ന പത്രോസിന് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. അത് പത്രോസ് പ്രകടിപ്പിക്കുകയും കൂടി ചെയ്യുന്നു. ആ അവസരത്തിൽ വളരെയേറെ ദുഃഖിതനായിട്ടും ഗൗരവബുദ്ധിയോടും കൂടെ യേശു പത്രോസിനെ തിരുത്താൻ ശ്രമിക്കുന്നതായിട്ടാണ് തുടർന്ന് നാം കാണുന്നത്. അങ്ങനെ പത്രോസിനെ ആ മാനുഷികമായിട്ടുള്ള ചിന്താരീതിയിൽ നിന്ന് വളർന്ന് ദൈവിക ചിന്തയിലേക്ക് വളരേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടർന്ന് പറയുകയാണ്, മനുഷ്യജീവിതം സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെടേണ്ട ഒന്നല്ല. അത് മനുഷ്യർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി വ്യയം ചെയ്യപ്പെടേണ്ടതാണ്. മനുഷ്യജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറ്റാനുള്ള പരിശ്രമത്തേക്കാൾ കൊടുത്തു തീർക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടതെന്ന് യേശു വ്യക്തമാക്കുകയാണ്. അങ്ങനെ ഉള്ളും ഉള്ളതും
അവരിനു വേണ്ടി വ്യയം ചെയ്യുന്നതിലൂടെയാണ് മനുഷ്യജീവിതം ധന്യമാകുക എന്ന് വ്യക്തമാക്കപ്പെടുന്ന യേശുവിന്റെ തരുതായിട്ടുള്ള ദർശനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒന്നാണ് വിശുദ്ധ മർക്കോസിന്റെ ഇന്നത്തെ സുവിശേഷം എന്ന് നമുക്ക് ധരിക്കാം.